Yesterday I went to minister in Jesus Calls ministry. ഇന്നലെ ഞാൻ ജീസസ് കോൾസ് മിനിസ്ട്രി പോയപ്പോൾ the administrator told me you come there 20 minutes before. 20 മിനിറ്റ് മുമ്പ് അവിടെ വരാൻ പറഞ്ഞു. I reached there at right 20 minutes. എത്ര പേർക്ക് മനസ്സിലായി? And when we start preaching, we have to stop the preaching at the right time. വല്ലതും പിടികിട്ടിയെന്ന് അറിയില്ല. So why these restrictions are given to a servant of God? Because a servant of God is not like a believer. ഒരു വിശ്വാസിയെ പോലെ അല്ല ഒരു ദൈവദാസനല്ല ദൈവദാസി. God will give the first blessing to the servant of God. ദൈവദാസനല്ല ദൈവദാസിക്കാണ് ആദ്യ അനുഗ്രഹം കൊടുക്കുന്നത്. And everyone are called for the ministry. But people's eyes are no. എല്ലാവരും ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷെ അവരുടെ കണ്ണുകൾ തുറക്കാത്തതുകൊണ്ട് അവർക്ക് അറിയുന്നില്ല. Yesterday somebody was saying some of their relatives were very disappointed about the present situation of one person. അവരുടെ ബന്ധുക്കൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ വന്ന് പറയുകയുണ്ടായി, അവരുടെ ബന്ധുക്കളൊക്കെ അവരുടെ അവസ്ഥയെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്തവസ്ഥ? നമ്മളാണ് ഏറ്റവും ഭാഗ്യവാൻ. വി ആർ ദ ലക്കിയസ്റ്റ് പേഴ്സൺ. ഹു ഈസ് ദ ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്? എ മാൻ ഹു സെർവ്സ് ദ ലോർഡ് ഈസ് ദ ലക്കിയസ്റ്റ് പേഴ്സൺ. ദൈവത്തെ സേവിക്കുന്ന ആളാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. വല്ല പിടിയുണ്ടോന്ന് അറിയത്തില്ല. Then what about the provision? What about the family? What about the children? അപ്പോൾ ദൈവവേല ചെയ്ത് എങ്ങനെ മക്കളുടെ കാര്യവും കുടുംബകാര്യവും ഒക്കെ എങ്ങനെ നടക്കും? ഇങ്ങനെ ചോദ്യങ്ങൾ വരുമല്ലേ? യുവർ ഐസ് ഹാവ് ടു ബി ഓപ്പൺ. വല്ലതും പിടികിട്ടിയോ? When I told my father I am going to do the ministry, ഞാൻ ദൈവവേല ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ my father asked me, if you do the ministry, you have 2 daughters. നിങ്ങൾക്ക് 2 പെൺകുട്ടികളല്ലേ ഉള്ളത്, നിങ്ങൾ ദൈവവേല ചെയ്ത് അവരുടെ കാര്യം എന്താവും ചോദിച്ചു. I thought, why my father is saying like, എൻ്റെ അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? If you work for a person, he will pay you in the evening. നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടി ജോലി ചെയ്യാൻ പോയാൽ വൈകുന്നേരം ആകുമ്പോൾ കൂലി തരത്തില്ലേ? If you work for a private bank, you will be paid once in a month. നിങ്ങളൊരു പ്രൈവറ്റ് ബാങ്കിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്താൽ മാസത്തിലൊരിക്കൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടും. If you work for a government sector, you will be paid once in a month. If you work for a contract work അല്ലേ, within how much days you will be paid? എത്ര ദിവസം കൂടുമ്പോഴാണ് നിങ്ങൾക്ക് കൂലി കിട്ടുന്നത്? കിട്ടിയില്ലെങ്കിലാ? So he is saying you will be paid when the work is completed. So it is sure. But some people are not doing the ministry. എന്താണ് ചില ആൾക്കാർ ദൈവവേലയ്ക്ക് വിളിയുണ്ടായിട്ട് ചെയ്യാതിരിക്കുന്നത്? They don't trust this God. അവർക്ക് ഈ ദൈവത്തിൽ വിശ്വാസമില്ല. എല്ലാം പിടികിട്ടിയാ? Because their eyes are not opened. അവരുടെ കണ്ണ് തുറക്കാത്തതുകൊണ്ട് അവർ വിചാരിക്കണ ഈ ദൈവം ഭയങ്കര പൈസയൊന്നും ഇല്ലാത്ത ആളാണ്, ജോലി ചെയ്ത് കഴിഞ്ഞാൽ ശമ്പളം തരത്തില്ല, അപ്പോൾ വേറെ പണിക്ക് പോകുന്നതാണ് നല്ലത്. When I was baptized, many people who were baptized with me went for other job. ഞാൻ സ്നാനപ്പെടുന്ന സമയത്ത് എൻ്റെ കൂടെ സ്നാനപ്പെട്ട ആൾക്കാർ വേറെ പണിക്ക് പോയി. During that time I was having very much financial burdens. അന്നേരം ആ സമയങ്ങളിൽ എനിക്ക് ഒത്തിരി സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. I did not go for any other job. ഞാൻ വേറെ ജോലിക്ക് പോയില്ല. കാര്യം എന്താണ്? I am called for the ministry. ഞാൻ ദൈവവേലയ്ക്കാണ് വിളിച്ചിരിക്കുന്നത്. What is 1 Peter 2:9 says? എന്താണ് 1 പത്രോസ് 2:9 പറയുന്നത്? Praise the Lord. So you are a chosen generation. തെരഞ്ഞെടുത്ത രാജകീയ പുരോഹിതവും. So you are a royal priest, you are a chosen generation, you are a
മിറക്കിൾ വർക്കർ. അത്ഭുതങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ഒരു രാജകീയ പുരോഹിത വർഗമാണ്. അപ്പം നിങ്ങൾ യേശുവിൻ്റെ അത്ഭുതങ്ങൾ വിളിച്ചു പറയേണ്ട ആളാണ്. അങ്ങനെയല്ലേ അത് പറഞ്ഞിരിക്കുന്നത്? ഒന്നും കൂടെ വായിച്ചേ. ഫ്രം ഡാർക്ക്നെസ് ഇൻ ടു ദ മൈറ്റി ലൈറ്റ്. It is not speaking to a particular person. ഒരു വ്യക്തിയോട് മാത്രമായിട്ടല്ല പറയുന്നത്, എല്ലാവരോടും പറയുകയാണ്. But when I read the Bible, my eyes were opened and Holy Spirit told me this word is for you. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. So why some people are struggling? എന്തുകൊണ്ടാണ് ചില ആൾക്കാർ സ്നാനപ്പെട്ട ശേഷം ഇങ്ങനെ ബുദ്ധിമുട്ടി നടക്കുന്നത്? എന്തുകൊണ്ടാണ്? വല്ലതും പിടികിട്ടിയാ? അറിയത്തില്ല. എത്ര പേർക്ക് അറിയരുത്? ബിക്കോസ് ദേ ആർ കോൾഡ് ഫോർ ദ മിനിസ്ട്രി. അതിലെ പറയണത് ഞങ്ങൾ രാജകീയ പുരോഹിത വർഗമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. രാജാവിനെ പോലെയാണ് നടക്കേണ്ടത്, രാജാവിനെ പോലെയാണ് ജീവിക്കേണ്ടത്. യു ആർ കോൾഡ് ആസ് എ റോയൽ പ്രീസ്റ്റ് and you should live like a king. But they are helpless. ഞങ്ങളുടെ അവസ്ഥ ബന്ധുക്കളെല്ലാം അറിഞ്ഞിരിക്കുകയാണ്. Why? Because their eyes are not open. Even if they are reading the Bible, they cannot understand the scriptures. ഇത് മനസ്സിലാകുന്നില്ല, അവരാരാണെന്ന് മനസ്സിലാകുന്നില്ല. രാജാതി രാജാവ് തെരഞ്ഞെടുത്ത, ദൈവം തെരഞ്ഞെടുത്ത വംശമാണ്. സോ വാക്ക് ഇൻ ദാറ്റ് അതോറിറ്റി. ആ ഒരു അധികാരത്തിൽ വേണം നടക്കാനായിട്ട്. അപ്പോൾ പ്രതികൂലമായിട്ട് പറയുന്ന ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തിക്കണം. ഡോണ്ട് മേക്ക് ഫെലോഷിപ്പ് വിത്ത് പീപ്പിൾ ഹു ഡസ് നോട്ട് ബിലീവ് ദ വേർഡ് ഓഫ് ഗോഡ്. യു ക്യാൻ ടോക്ക് വിത്ത്, അവരോട് സംസാരിക്കാം, പക്ഷെ അവരെ കഴിയുന്നത് അകറ്റി നിർത്തിക്കണം. കാര്യം ദൈവവചനത്തിന് പ്രതികൂലമായിട്ട് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ വിശ്വാസത്തെ കെടുത്തിക്കളയും. എത്ര പേർക്ക് മനസ്സിലായി? സോ സം പീപ്പിൾ ആർ സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ബിക്കോസ് ദേ ആർ കോൾഡ് ഫോർ ദ മിനിസ്ട്രി, ആൻഡ് ബിക്കോസ് ദേ ആർ നോട്ട് ഡൂയിങ് ദ മിനിസ്ട്രി, ദേ ആർ ഗോയിങ് ത്രൂ മെനി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. അവർക്ക് രാജകീയ പുരോഹിത വർഗമായിട്ട് വിളിയുണ്ടായിട്ട് അവർ എന്ത് ചെയ്തു? ദൈവത്തെ നോക്കിയപ്പോൾ ഈ ദൈവത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് വേറെ പണിക്ക് പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? God will put some financial problems, God will put some disease in the body, because they are disobedient to the heavenly vision. What is Paul saying in the book of Acts 26:19? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26:19 എന്താ പറയുന്നത്? Paul is saying, I have never been disobedient to the heavenly vision. ആരെ അനുസരിച്ചില്ലെങ്കിലും ദൈവത്തെ അനുസരിക്കാതിരിക്കരുത്. This is the place to teach miracles. ഇവിടെ അത്ഭുതങ്ങൾ ചെയ്യിക്കാൻ പഠിപ്പിക്കുന്ന സ്ഥലം കൂടെയാണ്. This is not only the place to equip soldiers for end time revival. ഇത് ഇവിടെ അന്ത്യകാല ഉണർവിന് ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുന്ന മാത്രമല്ല, ഇവിടെ എന്താണ്? മിറക്കിൾ ചെയ്യിക്കാൻ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. I heard he walked today. നടന്നു എന്ന് പറയുന്നത് കേട്ടു. Before he asked money, എൻ്റെ അടുത്ത് പൈസ ചോദിക്കുമായിരുന്നു അല്ലേ നടക്കാനായിട്ട് അല്ലേ? അല്ല, പൈസ വേണ്ടി. I told him, I will not give you money. You walk and you will see miracle. നടന്ന ശേഷം ഒരു അത്ഭുതങ്ങൾ കാണുന്നുണ്ടോ? God opened his spiritual eyes. കണ്ണു തുറന്ന. Now he is getting revelation. എത്ര പേർക്ക് മനസ്സിലായി? ഇത് എന്നാ ഇത്? When God opened your spiritual eyes, എന്നാ കണ്ണു തുറന്നത്? ഈ അടുത്ത കാലത്തല്ലേ? When he started to read Bible and when he was obedient to the word of God. പറഞ്ഞ മനസ്സിലായ? ബൈബിൾ വായിക്കാൻ തുടങ്ങി, അതേപോലെ ബൈബിൾ അനുസരിക്കാൻ തുടങ്ങി അന്ന് മുതൽ കണ്ണുകൾ തുറന്നു എന്ന് പറയുന്നു.
ബിഫോർ he will ask me money അല്ലേ, എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു അല്ലേ, വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലെന്ന് പറയും. വാട്ട് ഐ വിൽ സേ, യു ട്രസ്റ്റ് ഇൻ ഗോഡ്. എന്താ അങ്ങനെ പറയുന്നത്? ദിസ് ഈസ് എ പ്ലേസ് ടു ഡു മിറക്കിൾസ്. അത്ഭുതങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. So today I am going to share a word with you and I will be giving word to everyone. എല്ലാവർക്കും ഓരോ